റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിച്ചില്ലെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് തന്റെ ഇടപെടലുകൾക്ക് ശേഷവും വെടിനിർത്തൽ ചർച്ചകളിലേക്ക് കടക്കാൻ ഇരു രാജ്യങ്ങളും വിമുഖത കാണിക്കുന്നത് കടുത്ത നിരാശയിലാണ്. ഈ യുദ്ധം ഒരു ലോക മഹായുദ്ധമായി വളരില്ലായിരിക്കും, എന്നാൽ ഇതൊരു സാമ്പത്തിക യുദ്ധമായി പരിണമിക്കുമെന്ന അതിന്റെ ഫലങ്ങൾ ലോകത്തിന് താങ്ങാനാവാത്തതായിരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. വൈറ്റ് ഹൗസിൽ തന്റെ ക്യാബിനറ്റ് അംഗങ്ങളുമായി നടത്തിയ ഉന്നതതല യോഗത്തിലാണ് ട്രംപ് ഈ വിഷയത്തിൽ തന്റെ കടുത്ത നിലപാട് വ്യക്തമാക്കിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി താൻ നടത്തിയ നിർണായക ചർച്ചകളെക്കുറിച്ചും യുദ്ധം അവസാനിപ്പിക്കാൻ പുടിന് നൽകിയ സമയപരിധിയെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. അലസ്കയിൽ വെച്ചായിരുന്നു ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയെ തുടർന്ന് യൂറോപ്യൻ നേതാക്കളുടെ സാന്നിധ്യത്തിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ട്രംപ് നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഈ ചർച്ചകൾക്കൊന്നും ഒരു ഫലമുണ്ടാകില്ലെന്ന് മാത്രമല്ല, അതിനുശേഷം ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കിയതും ട്രംപ് ചൂണ്ടിക്കാട്ടി. അധികാരത്തിലേറിയത് മുതൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് തന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി അദ്ദേഹം പരമ്പരാഗത നയതന്ത്ര രീതികളിൽ നിന്ന് വ്യത്യസ്തമായി നേരിട്ടുള്ളതും പലപ്പോഴും അപ്രതീക്ഷിതവുമായ നീക്കങ്ങളാണ് നടത്തിയത്. ഉദാഹരണത്തിന്, യൂറോപ്യൻ യൂണിയനെയോ നാറ്റോയോ പൂർണ്ണമായി ആശ്രയിക്കാതെ നേരിട്ട് പുടിനുമായി സംസാരിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം ശ്രദ്ധേയമായിരുന്നു. തന്റെ വ്യക്തിപരമായ ബന്ധങ്ങളും ചർച്ചാപാഠവും ഉപയോഗിച്ച് യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് ട്രംപ് കരുതിയത്. എന്നാൽ ഈ പ്രതീക്ഷകൾക്ക് കാര്യമായി തിരിച്ചടി നേടിയതായി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. സാമ്പത്തിക യുദ്ധം എന്ന ആശങ്ക ട്രംപ് മുന്നറിയിപ്പ് നൽകിയ സാമ്പത്തിക യുദ്ധം എന്നത് സൈനിക യുദ്ധത്തെക്കാൾ ഭീകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ യുദ്ധം കാരണം ലോകം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ ഇതിനകം തന്നെ രൂക്ഷമായി കഴിഞ്ഞു. ഭക്ഷ്യവസ്തുക്കളുടെയും ഊർജത്തിന്റെയും വിലയിലുണ്ടായ കുതിച്ചുയർച്ച, പണപ്പെരുപ്പവും വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങൾ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ സാഹചര്യത്തിൽ തുടരുകയാണെങ്കിൽ ആഗോള സാമ്പത്തിക മേഖല പൂർണ്ണമായും തകരുമെന്നാണ് ട്രംപ് ഭയപ്പെടുന്നത്. റഷ്യയുടെ എണ്ണ, വാതക കയറ്റുമതിക്കുമേൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും റഷ്യൻ സാമ്പത്തിക വ്യവസ്ഥയെ ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക നീക്കങ്ങളും ഇതിന്റെ ഭാഗമാണ്. ഈ സാമ്പത്തിക യുദ്ധത്തിന്റെ യഥാർത്ഥ ഇരകൾ സാധാരണക്കാരായ ജനങ്ങളായിരിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പിന്റെ പ്രാധാന്യം. ട്രംപിന്റെ ഈ പ്രസ്താവനകൾ കേവലം ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ തന്റെ പരാജയം അദ്ദേഹം പരോക്ഷമായി സമ്മതിക്കുന്നതിന്റെ സൂചന കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തനായ നേതാവ് ഇടപെട്ടിട്ടും യുദ്ധത്തിന് അയവ് വന്നില്ലെങ്കിൽ സമാധാന ചർച്ചകൾ എത്രത്തോളം ദുഷ്കരമാണെന്ന് ഇത് വ്യക്തമാകുന്നു. അതേസമയം ട്രംപിന്റെ വാക്കുകൾക്ക് റഷ്യക്കും യുക്രൈനും മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു തന്ത്രമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ഇനി കൂടുതൽ ചെയ്യാൻ കഴിയില്ലെന്നും ഇരു രാജ്യങ്ങളുടെയും നേതാക്കളാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതെന്നും ട്രംപ് ഓർമ്മിപ്പിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിലപാടനുസരിച്ച് ട്രംപിന്റെ അഭിപ്രായങ്ങളോട് അന്താരാഷ്ട്ര സമൂഹം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളും നയതന്ത്രജ്ഞരും ഈ വിഷയത്തിൽ ട്രംപിന്റെ വാക്കുകളെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഈ യുദ്ധം യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അതിനാൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ റഷ്യയുടെ നിലപാടുകൾ യുക്രൈനിന്റെ പ്രതിരോധ തീരുമാനങ്ങളും സമാധാന ശ്രമങ്ങൾക്കും തടസ്സമായി നിൽക്കുന്നു. ട്രംപിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് റഷ്യയോ യുക്രൈനോ തങ്ങളുടെ നിലപാടുകൾ മാറ്റം വരുത്തുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുന്നതിന് സാധ്യത കുറവാണ്. എന്നാൽ ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക സമ്മർദ്ദങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്തിരിയാൻ ഇരു രാജ്യങ്ങളെയും പ്രോത്സാഹിപ്പിച്ചേക്കാം. എന്തായാലും ഈ യുദ്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും അതിന്റെ ഫലങ്ങൾ ലോകത്തിന്റെ എല്ലാ കോണുകളിലും പ്രതിഫലിക്കുമെന്നും ട്രംപിന്റെ വാക്കുകൾ അടിവരയിടുന്നു. ട്രംപിന്റെ മുന്നറിയിപ്പ് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയിൽ മാത്രം കാണാൻ കഴിയില്ല. യുക്രൈൻ യുദ്ധം ഒരു സാമ്പത്തിക ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുമെന്നും ട്രംപ് ആവർത്തിച്ചു പറയുന്നു. റഷ്യൻ എണ്ണയ്ക്കും വാതകത്തിനും മേലുള്ള ഉപരോധം ലോകമെമ്പാടുമുള്ള ഊർജ്ജ വില കുതിച്ചുയരാൻ കാരണമായി. ഇത് യൂറോപ്യൻ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും വ്യാവസായിക ഉൽപാദനം കുറയുന്നതിന് ഇടയാക്കുകയും ചെയ്തു. അതേസമയം റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ ഇത് പൂർണ്ണമായും തകർത്തില്ല എന്നത് ശ്രദ്ധേയമാണ്. ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള എണ്ണ, വാതക കയറ്റുമതി വർദ്ധിപ്പിച്ച റഷ്യ ഈ പ്രതിസന്ധിയെ ഒരു പരിധിവരെ അതിജീവിച്ചു. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ സാമ്പത്തിക തന്ത്രം റഷ്യക്ക് ദോഷകരമായി ബാധിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് യുക്രൈനോ റഷ്യക്കോ പ്രത്യേകമായ കുറ്റപ്പെടുത്തലുകൾ നൽകിയില്ല എന്നതാണ്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നയങ്ങളിൽ മാറ്റം വരുത്താൻ തയ്യാറാകണമെന്ന പൊതുവായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക നീക്കം പൂർണ്ണമായും ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. പല പ്രധാന നഗരങ്ങളും പിടിച്ചെടുക്കാൻ റഷ്യക്ക് കഴിഞ്ഞില്ല. യുക്രൈൻ ആകട്ടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായം നേടി ശക്തമായി ചെറുത്തു നിൽക്കുന്നു. ഈ സാഹചര്യം ഒരു നീണ്ട യുദ്ധത്തിന് വഴി തെളിയിക്കുന്നു.
പുടിനുമായി നേരിട്ടുള്ള ചർച്ചകൾ നടത്തിയതിലൂടെ ട്രംപ് സമാധാനത്തിലുള്ള ഒരു പുതിയ വഴി തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ ട്രംപിന്റെ ഈ ശ്രമങ്ങൾ വിജയിച്ചില്ല. അതിന് കാരണം പുടിനും സെലൻസ്കിയെ തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്തതാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഡോൺബാസ്, ക്രിമിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ തങ്ങളുടെ അധീനതയിലാക്കുക എന്നത് ഒരു പ്രധാന ലക്ഷ്യമാണ്. അതേസമയം യുക്രൈൻ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുക എന്നത് വളരെ നിർണായകമാണ്. ഈ പരസ്പര വിരുദ്ധമായ ലക്ഷ്യങ്ങളാണ് സമാധാന ചർച്ചകളെ തടസ്സപ്പെടുത്തുന്നത്. ട്രംപിന്റെ മുന്നറിയിപ്പ് കൂടുതൽ ഗൗരവമുള്ളതാകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിടുന്ന മറ്റ് പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം സാമ്പത്തിക മേഖല തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നപ്പോഴാണ് ഈ തിരിച്ചുവരവിന് വലിയ തിരിച്ചടിയായി. ഈ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ അത് ഭക്ഷ്യക്ഷാമത്തിനും തൊഴിലില്ലായ്മയ്ക്കും വഴിവെച്ചേക്കാം. ഇത് പല രാജ്യങ്ങളിലും ആഭ്യന്തര കലാപങ്ങൾക്കും അരക്ഷിതാവസ്ഥയ്ക്കും വഴിവെച്ചേക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. ഒടുവിൽ ട്രംപിന്റെ വാക്കുകൾ റഷ്യ യുക്രൈൻ തമ്മിലുള്ള യുദ്ധത്തിന്റെ ഗൗരവം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. തന്റെ ഇടപെടലുകൾക്ക് ഫലമുണ്ടായില്ലെന്നും തുറന്നു പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ തന്നെ മുൻകൈ എടുക്കണമെന്നും ട്രംപ് പരോക്ഷമായി ആവശ്യപ്പെടുന്നു. ഈ യുദ്ധം തുടരുകയാണെങ്കിൽ അത് ലോകത്തിന്റെ ഭാവിക്ക് തന്നെ ഭീഷണിയാണെന്ന് ശക്തമായ സന്ദേശമാണ് ട്രംപ് നൽകുന്നത്.